2023 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളി കബഡി പരിശീലകനാര്? ഇ. ഭാസ്കരൻ. റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതി ഏത്? സുജലം. ഇന്ത്യയിൽ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നതെവിടെ? കന്യാകുമാരി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി കായിക താരം ആര്? സഞ്ജു സാംസൺ. 2023 അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജമ്പ് താരം ആര്? എം. ശ്രീശങ്കർ. യുനെസ്കോ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപം ഏത്? ഗർഭ നൃത്തം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 മെയ് 28. എല്ലാ വർഷവും ലോക ബ്രെയിൽ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ജനുവരി 4. ഏകദിനത്തിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഡേവിഡ് വാർണർ ഏത് രാജ്യത്തെ കളിക്കാരനാണ്? ഓസ്ട്രേലിയ. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി ഏത് സംസ്ഥാനമാണ് നടപ്പാക്കിയത്? തെലങ്കാന. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ സുഹൃത പോൾ കുമാറിൻ്റെ കൃതി ഏത്? സോൾട്ട് ആൻഡ് പെപ്പർ സെലക്ടഡ് പോയംസ്. 2023 രാജ്യസഭാ ഉപാധ്യക്ഷ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? PT ഉഷ. 2023 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡംബര മാൾ ഏതാണ്? ജിയോ വേൾഡ് പ്ലാസ, മുംബൈ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല ഏത്? കേരള കാർഷിക സർവകലാശാല. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന യുദ്ധവിമാനം ഏത്? MiG-21. 2023 നവംബർ 1 മുതൽ റിസർവ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആര്? മനോരഞ്ജൻ മിശ്ര. രാജ്യത്തെ സ്കൂളുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്?
വയനാട്. 2023 നവംബറിൽ അന്തരിച്ച പ്രമുഖ മലയാള സാഹിത്യകാരി ആര്? പി. വത്സല. സംസ്ഥാനത്തെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? മുതുകാട്, ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്, കോഴിക്കോട് ജില്ല. പണ്ടു പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന കൃതിയുടെ രചയിതാവ് ആര്? സുഭാഷ് ചന്ദ്രൻ. 2023 ബുക്കർ പ്രൈസ് നേടിയതാര്? പോൾ ലിഞ്ച്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ആര്? മുഹമ്മദ് ഷമി. 62ാമത് സംസ്ഥാന സ്കൂൾ കലാകിരീടം നേടിയ ജില്ല ഏത്? കണ്ണൂർ. ടൈംസ് മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫുട്ബോൾ താരം ആര്? ലയണൽ മെസ്സി. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന് 3ാം വട്ടവും ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ തെരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ്? കൊൽക്കത്ത. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന പദ്ധതി ഏത്? മാതൃയാനം പദ്ധതി. പുതിയ തെലങ്കാന മുഖ്യമന്ത്രി ആര്? രേവന്ത് റെഡ്ഡി. സിയാച്ചിനിൽ നിയമിതയായ ആദ്യ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. ചൊവ്വയിൽ റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീഥെയ്ൻ റോക്കറ്റായ സുഖ് 2 വിക്ഷേപിച്ച രാജ്യം ഏത്? ചൈന. 17ാമത് ലോകസഭ മികച്ച അംഗത്തിന് നൽകുന്ന സൻസദ് മഹാരത്ന അവാർഡ് ലഭിച്ചത് ആർക്ക്? NK പ്രേമചന്ദ്രൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആര്? റബേക്ക വെൽഷ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ലഭ്യമാക്കുന്ന ആപ്പ് ഏത്? K-സ്മാർട്ട് ആപ്പ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ പുതിയ ചെയർമാൻ ആര്? സുധീർ നാഥൻ. അടുത്തിടെ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയത് എവിടെ? കാസർഗോഡ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ആര്? EV രാമകൃഷ്ണൻ. 2024 റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യ അതിഥിയായി എത്തുന്നത് ആരാണ്?
ഇമ്മാനുവൽ മാക്രോൺ. 2023 അർജുന അവാർഡ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? മുഹമ്മദ് ഷമി. ഏത് രാജ്യത്തിൻ്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ? ജപ്പാൻ. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമ ഏത്? മോണിക്ക ആൻ AI സ്റ്റോറി. വികലാംഗരെ ഉൾപ്പെടുത്തിയുള്ള ആദ്യത്തെ ഉത്സവമായ പർപ്പിൾ ഫെസ്റ്റിൻ്റെ ആതിഥേയരായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? മൈക്രോസോഫ്റ്റ്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ. 2023 രമൺ മാഗ്സസെ അവാർഡ് നേടിയ തമിഴ്നാട് സ്വദേശി ആര്? ശ്രീ രവി കണ്ണൻ. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ചുമതല വഹിക്കുന്ന ആദ്യ വനിത ആര്? ഗീതിക ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ G20 വിർച്വൽ ഉച്ചകോടി നടന്ന ഇന്ത്യൻ നഗരം ഏത്? ഡൽഹി. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ആരാണ്? കീർത്തി സുരേഷ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ബിമൽ പട്ടേൽ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യൂ. ഇന്ത്യയുടെ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആര്?